നമ്മുടെ കൊച്ചു കേരളം ഒരു പ്രമേഹത്തിന്റെ ഹബ്ബാണ്. നമ്മുടെ നാട്ടിൽ അത്രയധികം പ്രമേഹ രോഗികളുണ്ട്. നമ്മുടെ നാട്ടിൽ മുട്ടിനും തുടങ്ങുന്ന ഡയാലിസിസ് യൂണിറ്റുകൾ അതിലൊരു നല്ല എക്സാമ്പിളാണ്. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസിൽ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് വൃക്കകളുടെ പ്രവർത്തനത്തിന്റെ കുറവ്. അതോടൊപ്പം തന്നെ രോഗികൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രയാസമാണ് കാലിന്റെ സർക്കുലേഷന് കുറവ് വരിക, കാലിലെ രക്തയോട്ടം കുറയുക, അല്ലെങ്കിൽ കാലിൽ ചൊറിച്ചിൽ വരിക, കാലിന്റെ സെൻസേഷൻ കുറയുക, നടക്കുമ്പോൾ വീഴാൻ പോവുക. ഇത്തരത്തിൽ പലതരത്തിലുള്ള പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസിൽ ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പല മുതിർന്നവരും. നമ്മളിൽ മുതിർന്നവർക്ക് എപ്പോഴും ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരംഭത്തിലൊന്നും ഈ കോംപ്ലിക്കേഷൻസ് നമ്മൾ കാണില്ല. കുറച്ച് പ്രായം അങ്ങോട്ട് മാറുമ്പോൾ പ്രമേഹവും നമ്മുടെ ഉള്ളിൽ പഴകും. ഈ പഴകുന്ന സമയത്താണ് ഈ നെർവസ് ഡാമേജുകളും ഈ കോംപ്ലിക്കേഷൻസും ഒക്കെ ശരീരത്തിനെ ബാധിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കുക. ആരോഗ്യം ആർക്കായാലും വളരെ വാല്യുബിൾ ആണ്. അപ്പോൾ ഇത് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് പോകും, നമ്മുടെ മനസ്സിന് വിഷമം കയറും. ഇത്തരത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടാതിരിക്കാൻ പ്രമേഹ രോഗി ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പാറ്റേൺ ഫോളോ ചെയ്യുക. അതായത് 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ വർഷത്തിൽ 2 or 3 പ്രാവശ്യമെങ്കിലും ഒരു സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സ് നിങ്ങളുടെ ബോഡിക്ക് നിങ്ങൾ കൊടുക്കുക. കാലിന്റെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ്സിൽ പ്രധാനമാണ് ധാരകള്, അഭ്യംഗം. അഭ്യംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി മസാജുകളാണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അഭ്യംഗങ്ങൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പലതരത്തിലുള്ള പോൾട്ടീസസ്, ചിലപ്പോൾ കിഴികളൊക്കെ ആവശ്യം വരും. അല്ലെങ്കിൽ രക്തമോക്ഷ ചികിത്സകൾ, കാലിലെ ബ്ലഡ് ലെറ്റിംഗ് തെറാപ്പികൾ, പിന്നെ വസ്തി ചികിത്സകൾ. പഞ്ചകർമ്മത്തിൽ പ്രധാനമാണ് ലോവർ ലിംബിന്റെ സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനുള്ള വസ്തി ചികിത്സകൾ. ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമുക്ക് ചില ഇടവേളകളിൽ കൃത്യമായിട്ട് നമ്മൾ എടുത്തുപോയാൽ അത് ഒരിക്കലും ഒരു ലോങ് ടേം പ്രോസസ്സ് അല്ല. ഒരു 14 days കിടക്കുക, 21 days കിടക്കുക, ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സിനാണ് നമുക്ക് എപ്പോഴും കാലതാമസം എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുക. നമുക്കത് സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ഇത് 3 days പ്ലാൻ പോലെയുള്ള ചെറിയ സിറ്റിങ്സ് നമ്മൾ എടുത്തുപോയാൽ നമ്മുടെ ബോഡി ബെറ്റർ ആവും. പ്രമേഹത്തിന്റെ കോംപ്ലിക്കേഷൻസിനെ നമുക്ക് പിന്നെ പേടിക്കേണ്ട. ഇത്തരത്തിൽ നമ്മുടെ ബോഡീനെ നമ്മൾ കെയർ ചെയ്താൽ കോംപ്ലിക്കേഷൻസിനെ ഒഴിവാക്കി നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്തി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വാർദ്ധക്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും.